കോടികൾ മുടക്കി നിർമ്മിച്ച കൊല്ലം കോർപ്പറേഷൻ വക അറവുശാല വിസ്മൃതിയിലേക്ക് കോഴിക്കോട് ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയെങ്കിലും അത് റദ്ദാക്കേണ്ട നടപടിയിലേക്ക് നഗരസഭ കടക്കുകയാണ്. ആധുനിക സംവിധാനങ്ങളോടെ അറവുശാല പ്രവർത്തിപ്പിക്കാമെന്നുള്ള നഗരസഭയുടെ വാഗ്ദാനമാണ് ഇപ്പോൾ പാഴ്വാക്കായത്. കൊല്ലം കോർപ്പറേഷൻ വക അറവുശാലയിലെ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തകരാറിലായി മാസങ്ങൾ പിന്നിട്ടിട്ടും പരിഹാരമാകുന്നില്ല. പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കരാർ ഏറ്റെടുത്ത കമ്പനി തകരാർ പരിഹരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കരാർ റദ്ദാക്കി അവർക്കെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് നഗരസഭ. കോഴിക്കോട് ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയാണ് മൃഗങ്ങളെ കശാപ്പ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ദ്രാവക മാലിന്യം വേർതിരിക്കാനുള്ള പ്ലാന്റ് സ്ഥാപിച്ചത്. ഖരമാലിന്യം വളമായും ദ്രാവക രൂപത്തിലുള്ളവ വേർതിരിച്ച് ശുദ്ധജലത്തിന് തുല്യമാക്കുമെന്നായിരുന്നു വാഗ്ദാനം. മാസങ്ങൾക്ക് മുമ്പ് പ്ലാന്റ് സ്ഥാപിച്ച് ട്രയൽ റൺ നടത്തിയപ്പോൾ ദ്രാവക പദാർത്ഥങ്ങൾ ഒരുമിച്ച് പുറത്തേക്കൊഴുകിയതോടെ കമ്പനിയുടെ അവകാശവാദങ്ങൾ പൊളിഞ്ഞു. ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ കോടികൾ ചിലവഴിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ പരിപൂർണ അവസ്ഥയിലെത്തുമ്പോൾ അത് അമ്പേ പൊളിഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്കാണ് കൊല്ലം കോർപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ അറവുശാലയിലും സംഭവിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വീണ്ടും പലതവണ ട്രയൽ റൺ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ 50 ലക്ഷം രൂപയുടെ പുതിയ യന്ത്രം സ്ഥാപിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന വാഗ്ദാനവുമായി കമ്പനി നഗരസഭയെ സമീപിച്ചു. ഇത് സ്ഥാപിക്കണമെങ്കിൽ അറവുശാലയിലെ നിലവിലുള്ള കെട്ടിടത്തിൻ്റെ വലിയൊരു ഭാഗം പൊളിച്ചു നീക്കേണ്ടി വരും. വീണ്ടും പുനർനിർമ്മിക്കാനും ലക്ഷങ്ങൾ വേണ്ടിവരും. ഇതോടെയാണ് കരാർ റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് നഗരസഭ നീങ്ങുന്നത്. മലിനീകരണ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ കോടതിയെ സമീപിച്ചപ്പോൾ 2018 ജൂലൈയിൽ അറവുശാല പൂട്ടാൻ കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കാമെന്ന കോർപ്പറേഷന്റെ കരാറാണ് ഇപ്പോൾ റദ്ദായിരിക്കുന്നത്. ഹണി തങ്കപ്പനൊപ്പം ബിനു മുരളീധരൻ, ജനം, കൊല്ലം.